ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തുണ്ടാകുന്ന കുഴി അതേപോലെ തന്നെ സൺ ടാൻ മാറാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഈസി ഫേസ് പാക്കിൻ്റെ കാര്യമാണ്. ഈ മുഖത്തെ കുഴികളെന്ന് പറയുമ്പം ഓപ്പൺ പോർസ്, നമ്മൾ സൂചി വെച്ച് കുത്തിയ പോലെ ചെറിയ സുഷിരങ്ങൾ മുഖത്തുണ്ടാകുന്നതാണ് ഈ മുഖത്തെ കുഴികൾ അല്ലെങ്കിൽ ഓപ്പൺ പോർസ് എന്ന് നമ്മൾ ജനറലി അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. ഇത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതൽ ഓയിലി സ്കിന്നുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. മൂക്കിൻ്റെ രണ്ട് സൈഡിലുമുള്ള കവിളിൻ്റെ ഭാഗം അല്ലെങ്കിൽ മൂക്കിൽ ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. പല സ്ഥലങ്ങളിലും കാണാം, നമ്മളുടെ താടിയിലും ഒക്കെ വരാം. പക്ഷേ എന്നാലും മൂക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു കവിളിൻ്റെ ഭാഗത്താണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയുന്ന ഫേസ് പാക്കുകളിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ 1-2 സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ രൂപത്തിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാം. ഓൺലൈൻ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ മുഖത്തെ ഈ കുഴികൾ അല്ലെങ്കിൽ ഓപ്പൺ പോർസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഈ ചാർക്കോളിൻ്റെ ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ഫേസ് ഷീറ്റുകളൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മുഖത്തെ സുഷിരങ്ങൾ അല്ലെങ്കിൽ പാടുകളൊക്കെ മാറ്റാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിൻ്റെ പൊടിയാണ്. അതായത് ആര്യവേപ്പിലയുടെ പൊടി, നീം പൗഡർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആര്യവേപ്പിൻ്റെ ഇലയുണ്ടെങ്കിൽ അത് ഉണക്കിയിട്ട് പൊടിച്ചു വെച്ചാലും മതി. അത് നമുക്ക് മുഖത്തിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ, മോക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേരയുടെ ജെല്ല് വേണം, റോസ് വാട്ടർ വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നീം പൗഡർ, 1 ടീസ്പൂൺ അളവിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്നെല്ലാം കൂടെ യോജിച്ച് വരാനായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ അളവിൽ റോസ് വാട്ടർ ചേർക്കാം. കറക്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയുള്ളൊരു പാകത്തിന് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു ഫേസ് പാക്കാണ്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഏകദേശം ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്നവർ വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് പറഞ്ഞു. ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫേസ് ഒന്ന് ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് അധികം ഡ്രൈ ആകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പം നമുക്കിത് കഴുകിയോ അല്ലെങ്കിൽ തുടച്ചോ ഒക്കെ കളയാവുന്നതാണ്. ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു തവണ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്കിത് ഫേസ് പാക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരാഴ്ച 2 വട്ടം തേക്കുന്നത് ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്